കോഴിക്കോട് എരവന്നൂർ സ്വദേശിയാണ് ഷെയ്ഖ് റഫീഖ്. ഇപ്പോൾ കിർഗിസ്ഥാൻ സൈന്യത്തിൽ കേണൽ ജനറൽ. തനിക്ക് ലഭിച്ച ഉന്നത ബഹുമതിയുടെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സാധാരണ ജോലി അന്വേഷിച്ചിട്ട് ബിസ്ക്ക് പൈസ കൊടുത്തിട്ട് ഇവിടെ ഗൾഫിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി സമൂഹങ്ങളുണ്ട്. നമ്മളെ പാവപ്പെട്ട അവർക്കൊരു പ്രചോദനമാകട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമെന്ന് അവർ തോന്നട്ടെ. അവർക്ക് എപ്പോഴും അവർക്ക് നിരാശകളാണ്, ഞാനൊന്നും ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അവർക്കൊക്കെ പലതും ആവാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വലിയൊരു പൊസിഷനിൽ എത്തുമ്പോൾ അവർക്കൊക്കെ ഇതിനെക്കാട്ടും വലിയ ആളുകളാകാൻ പറ്റും. കാരണം അവർക്ക് എന്നെക്കാട്ടും കൂടുതൽ വിദ്യാഭ്യാസവും അറിവൊക്കെ ഉള്ള ആളുകളായിരിക്കും. കിർഗിസ്ഥാനിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം രാജ്യമാണ്. പക്ഷേ ഒരു റഷ്യൻ പാട്ടെന്ന് വന്നതാണ്. അത് സോവിയറ്റ് യൂണിയനിലായിരുന്നു കുറെ 19 കൊല്ലം റഷ്യ ഭരിച്ച രാജ്യമാണ്. അപ്പൊ ഇപ്പൊ അവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ല അവിടെ. അപ്പോൾ ഞാനൊരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ അവരുപാട് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ട് ഡിഫൻസിന്റെ കീഴിൽ ചുരുങ്ങിയത് ഒരു 10-25 സ്കൂളുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി സൗദി അറേബ്യ ഗവൺമെന്റിനോടും UAE ഗവൺമെന്റിനോടും ഞാൻ അതിനുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിഫൻസിലാണ് ഞാൻ കൊടുത്തത്, ഡിഫൻസ് ത്രൂലാണ് കൊടുക്കുന്നത്. അപ്പൊ അവരെന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സൗദി അറേബ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്യാമൺ മിഡിൽ ഈസ്റ്റ് വ്യവസായ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. തന്റെ പദവി എല്ലാ മലയാളികൾക്കുമുള്ള അംഗീകാരമാണെന്ന് റഫീഖ് പറയുന്നു. കിർഗിസ്ഥാൻ പൌരത്വമുള്ള ഇദ്ദേഹത്തിന്റെ കുടുംബം ദുബായിലാണ് താമസിക്കുന്നത്. ഭാര്യ ഖാദിയ ഇറാൻ സ്വദേശിനി, മകൻ മുഹമ്മദ് റോബിൻ ഇന്ത്യൻ പൌരനും. ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ് ഷെയ്ഖ് റഫീഖിന്റെ ജീവിതവും ഇതുവരെയുള്ള വളർച്ചയും. വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസവും ബോംബെയിലേക്ക് വണ്ടി കയറിയതാണ് റഫീഖ്. ഇവിടെ ഈ ഉജറമുല്ല എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, അവിടെയാണ് ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ താമസിക്കുന്ന തൊട്ട ബിൽഡിങ്ങിലുള്ള ഒരു ഫാമിലി ഉണ്ട്. അവർ ഷെയ്ഖ് ഫാമിലിയാണ്. അത് അങ്ങനെയാണ് എന്റെ പേര് ഷെയ്ഖ് എന്ന് വരാനുള്ള കാരണം. അതാണ് അത് അബ്ദുള്ള ഷെയ്ഖ് എന്ന് പറയും. അപ്പൊ അവര് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ ഒരു മാസവും വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതാണ്, ഞാൻ ഒരു 16-17 വയസ്സ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഈ പ്രായത്തിൽ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല, എന്റെ അടുത്ത് പാസ്പോർട്ടില്ല, മറ്റ് ട്രാവൽ ഡോക്യുമെന്റ്സുകളൊന്നും ഇല്ല. അങ്ങനെ അവരെ സപ്പോർട്ട് പോയിട്ടാണ് പിന്നെ അവിടെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയത്. അവിടെ ഗ്രാൻഡ് റോട്ടിൽ മലയാളം തന്നെ മര്യാദയ്ക്ക് പഠിക്കാതെ നമ്മളുണ്ട്, മറാഠി പഠിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന പണിയല്ല, വേറെ വല്ല പണി നോക്കുക. അവർക്ക് കപ്പ് സാസറിന്റെ ഫാക്ടറി ഉണ്ട് അവർക്ക് താനേല്. അതിന്റെ ഒരു വലിയ ഹോൾസെയിൽ ഒരു സ്ഥലം ഉണ്ട് അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞു. ബോംബെയിൽ നിന്ന് സൗദിയിലെത്തി, പിന്നീട് ഇറാനിലേക്കും. കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പടവുകളിൽ. ഇറാനിൽ സ്റ്റീൽ പ്ലാന്റ് പദ്ധതി നടപ്പിലാക്കുന്ന വേളയിൽ കിർഗിസ്ഥാൻ ഗവർണർ കുർമാൻബെക് ബക്കിയോവിനെ പരിചയപ്പെട്ടതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരർത്ഥത്തിൽ മാറ്റിമറിച്ചത്. പിന്നീട് ഇത്തരമൊരു പദ്ധതി കിർഗിസ്ഥാന് വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുർമാൻബെക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് റഫീഖിനെ അദ്ദേഹം പ്രധാന ഉപദേഷ്ടാവായി നിയമിച്ചു. എനിക്ക് അഡ്വൈസർ പൊസിഷൻ തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഫ്രീ സോൺ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഫ്രീ സോൺ ഉണ്ടാക്കിയാൽ അതിന്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ പൊസിഷൻ തന്നു. അതൊക്കെ സെറ്റ് കാറ്റഗറിയിലുള്ള വലിയ പൊസിഷനായിരുന്നു. പിന്നെ അയാളെ ഡെലിഗേഷൻ ഇൻചാർജ് തന്നു. ഗൾഫിലൊക്കെ ഞാൻ അയാൾ ഒരുപാട് ഡെലിഗേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എംബസികൾ തുറക്കാൻ, സൗദി അറേബ്യയിൽ എംബസികൾ തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്തു. പുള്ളി ഓക്കെ പറഞ്ഞ് നിൽക്കുമാണ്. ഈ കിർഗിസ്ഥാനിൽ ഒരാൾ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ 18% ടാക്സ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അത് അവിടെ പാർലമെന്റിൽ വിഷയമായപ്പോൾ ഞാനൊരു അമെന്റ്മെന്റ് കൊടുത്തവർ. കാരണം ഒരു ഇൻവെസ്റ്റർ ഒരു രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ്, പാലം, ഹോസ്പിറ്റൽ, ഹോട്ടൽ ഉണ്ടാക്കുന്നത് അയാൾ പൈസ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. പറഞ്ഞു മനസ്സിലായി. ഈ അസറ്റ് നമുക്ക് ഇവിടെ കിടക്കും. അയാളെ പാസ്പോർട്ട് ആയിട്ട് നാളെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പൈസ കൊണ്ടുവരുന്നതിന് ടാക്സ് എടുക്കണ്ട, കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ടാക്സ് വാങ്ങിക്കോ. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ഒരു ബുദ്ധി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു പറഞ്ഞു ദാറ്റ് ഈസ് കറക്റ്റ്. കിർഗിസ്ഥാനിൽ ഷെയ്ഖ് റഫീഖിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയത് ചരിത്രം. ഇദ്ദേഹം ചെയർമാനായ ഗ്യാമൺ ഗ്രൂപ്പ് സൗദി അറേബ്യയിലും UAEയിലും ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടിംഗ് ജോലികൾ ചെയ്യുന്ന കമ്പനിയാണ്. കിർഗിസ്ഥാനിലും ഈ കോഴിക്കോട് സ്വദേശിക്ക് വ്യവസായങ്ങളുണ്ട്. ഈ 4ാം ക്ലാസ്സുകാരന്റെ ജീവിതകഥ തുടരുകയാണ്. അടുത്ത അത്ഭുതം എന്തായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവാതെ.